അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ ഓരോ കൂടിക്കാഴ്ചയ്ക്കും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്, പ്രത്യേകിച്ച് ലോകരാഷ്ട്ര തലവന്മാർ തമ്മിലുള്ളത്. ചൈനയിലെ ടിയാൻജയിൽ നടന്ന ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടിക്കിടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഒരുമിച്ച് നടത്തിയ കാർ യാത്ര അത്തരമൊരു നയതന്ത്ര പ്രാധാന്യമുള്ള സംഭവമായിരുന്നു. ഈ യാത്രയെക്കുറിച്ച് പുടിൻ തന്നെ വെളിപ്പെടുത്തിയതോടെ അന്താരാഷ്ട്ര തലത്തിൽ അത് കൂടുതൽ ചർച്ചാ വിഷയമായി. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി താൻ നടത്തിയ ചർച്ചകളെക്കുറിച്ച് മോദിയോട് സംസാരിച്ചതായി പുടിൻ വെളിപ്പെടുത്തിയതാണ് ഈ കൂടിക്കാഴ്ചയ്ക്ക് കൂടുതൽ ശ്രദ്ധേയമായത്. ഉച്ചകോടി നടന്ന സ്ഥലത്തു നിന്ന് റിറ്റ്സ് കാൾട്ടൺ ഹോട്ടലിലെ ഉഭയകക്ഷി യോഗ വേദിയിലേക്ക് മോദിയും പുടിനും ഒരുമിച്ച് സഞ്ചരിച്ചത് പുടിന്റെ ഔസർ ലിമോസിൻ കാറിലായിരുന്നു. ഇത് സാധാരണ പ്രോട്ടോകോളിന് വിപരീതമായിരുന്നെങ്കിലും ഇരു നേതാക്കളുടെയും വ്യക്തിപരമായ അടുപ്പം വെളിവാക്കുന്നതായിരുന്നു. കാർ യാത്രയ്ക്കിടെ ഇരു നേതാക്കളും വിവിധ വിഷയങ്ങളിൽ ചർച്ച ചെയ്തതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഈ യാത്രയെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോഴാണ് പുടിൻ അലാസ്കയിലെ ചർച്ചകളെ കുറിച്ച് ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു എന്ന് മറുപടി നൽകിയത്. ഇതിൽ മോദിയുടെ പ്രതികരണവും ശ്രദ്ധേയമായിരുന്നു. പുടിനുമായി കാറിൽ വെച്ച് നടന്ന സംഭാഷണം ഉൾക്കാഴ്ച നൽകുന്നതായിരുന്നു എന്നാണ് മോദി പിന്നീട് എക്സ് പോസ്റ്റിൽ കുറിച്ചത്. SCO ഉച്ചകോടിക്ക് ശേഷം പ്രസിഡന്റ് പുടിനും ഞാനും ഞങ്ങളുടെ ഉഭയകക്ഷി യോഗത്തിന്റെ വേദിയിലേക്ക് ഒരുമിച്ച് യാത്ര ചെയ്തു. അദ്ദേഹവുമായുള്ള സംഭാഷണങ്ങൾ എപ്പോഴും ഉൾക്കാഴ്ച പകരുന്നതാണ് എന്ന് മോദി കുറിച്ചു. അമേരിക്കയും റഷ്യയും തമ്മിലുള്ള ബന്ധം സങ്കീർണമായ ഈ ഘട്ടത്തിൽ അലാസ്കയിൽ വെച്ച് ട്രംപും പുടിനും തമ്മിൽ നടന്ന കൂടിക്കാഴ്ചയ്ക്ക് വലിയ പ്രാധാന്യമുണ്ടായിരുന്നു. യുക്രൈനിലെ സംഘർഷം അവസാനിപ്പിക്കുന്നതിനെ കുറിച്ചായിരുന്നു പ്രധാനമായും അവർ ചർച്ച ചെയ്തത്. ഇരു രാജ്യങ്ങളും തമ്മിൽ പല കാര്യങ്ങളിലും ധാരണയിലെത്തിയെങ്കിലും സഹകരണത്തിന് വലിയ സാമ്പത്തിക സാധ്യതയുണ്ടെന്ന് ട്രംപ് പറഞ്ഞതായും റഷ്യൻ സാമ്പത്തിക പ്രതിനിധി കിറിൽ ദിമിട്രീവ് വെളിപ്പെടുത്തിയിരുന്നു. ഈ ചർച്ചകളുടെ വിശദാംശങ്ങൾ പുടിൻ മോദിയുമായി പങ്കുവച്ചുവെന്ന് ഇന്ത്യ റഷ്യ ബന്ധത്തിൽ ആഴം വ്യക്തമാക്കുന്നു. കാർ യാത്രയ്ക്ക് ശേഷം ഉഭയകക്ഷി ചർച്ചാ വേദിയിൽ എത്തിയപ്പോഴും ഇരു നേതാക്കളും 45 മിനിറ്റോളം കാറിനുള്ളിൽ ചെലവഴിച്ചെന്നാണ് റിപ്പോർട്ട്. ഈ കൂടിക്കാഴ്ചയ്ക്കിടെ യുക്രൈൻ സംഘർഷം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ടത് മനുഷ്യരാശിയുടെ ആവശ്യമാണെന്നും സമാധാനം കൊണ്ടുവരാനുള്ള വഴികൾ കണ്ടെത്തണമെന്നും മോദി പുടിനോട് അഭ്യർത്ഥിച്ചു. റഷ്യൻ നേതാവിനെ ഇന്ത്യയിലേക്ക് സ്വാഗതം ചെയ്യാനും മോദി ഈ അവസരം ഉപയോഗിച്ചു. ഈ കൂടിക്കാഴ്ച നടക്കുന്നത് ഇന്ത്യ അമേരിക്ക ബന്ധത്തിൽ ചില വിള്ളലുകൾ പ്രത്യക്ഷപ്പെട്ട സാഹചര്യത്തിലാണ്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിലൂടെ ഇന്ത്യ യുക്രൈൻ യുദ്ധത്തിന് സഹായം ചെയ്യുന്നുവെന്ന് ആരോപിച്ച് അമേരിക്ക അധിക തീരുവയും പിഴയും ചുമത്തിയിരുന്നു. ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ ഒരു അകൽച്ച ഉണ്ടാക്കി. ഈ സാഹചര്യത്തിലാണ് ഇന്ത്യ ചൈനയുമായും റഷ്യയുമായും കൂടുതൽ അടുക്കുന്നതായി നിരീക്ഷിക്കപ്പെട്ടത്. SCO ഉച്ചകോടിക്കിടെ 3 നേതാക്കളും നടത്തിയ വിശദമായ ചർച്ചകൾ ഈ പുതിയ നയതന്ത്ര നീക്കങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തുന്ന ഒന്നായി മാറി. ആഗോള രാഷ്ട്രീയത്തിൽ ഒരു പുതിയ ചേരിതിരിവിന്റെ സൂചനകൾ ഈ സംഭവം നൽകുന്നു. അമേരിക്കൻ നയങ്ങൾക്കെതിരെ ഒരു പുതിയ ആഗോള കൂട്ടായ്മ രൂപീകരിക്കാനുള്ള സാധ്യത ഈ നയതന്ത്രജ്ഞർ തമ്മിലുള്ള കൂടിക്കാഴ്ചയിലൂടെ വ്യക്തമാകുന്നുണ്ട്. പുടിന്റെ വാക്കുകൾ റഷ്യയുടെയും ചൈനയുടെയും നിലപാട് കൂടുതൽ വ്യക്തമാക്കുന്നു. സാമ്പത്തികമായി ശക്തരായ രാജ്യങ്ങളെ സാമ്പത്തിക സമ്മർദ്ദത്തിലാക്കി കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്നത് പഴയ കൊളോണിയൻ ചിന്താഗതിയാണെന്ന് പുടിൻ തുറന്നടിച്ചു. ലോകം ഇന്ന് സാമ്പത്തികമായും രാഷ്ട്രീയപരമായും പുതിയ മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ മാറ്റങ്ങൾക്കനുസരിച്ച് എല്ലാവരും തുല്യരാണെന്ന് തിരിച്ചറിഞ്ഞ് സഹകരിച്ച് മുന്നോട്ട് പോകേണ്ടതിന്റെ ആവശ്യകതയാണ് പുടിൻ ഊന്നി പറഞ്ഞത്. ഈ മാറ്റം US നേതൃത്വത്തിലുള്ള ലോകക്രമത്തിന് ഒരു വെല്ലുവിളിയായി മാറിയേക്കാം. മോദിയുടെയും പുടിന്റെയും ഈ സ്വകാര്യ സംഭാഷണം ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ സ്വാതന്ത്ര്യവും സംഭരണാധികാരവുമുള്ള സമീപനത്തെ എടുത്തു കാണിക്കുകയാണ്.